നമസ്കാരം. നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭ ഇപ്പം കേരളം മൊത്തം ഉറ്റുനോക്കുന്നൊരു സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഇന്ന് പോലെ രാവിലെ വരെയുള്ള ജനത്തിൻ്റെ മൊത്തം ആകാംക്ഷ അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവരുമോ എന്നതാണ്. പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇല്ലതൊന്ന് പുറപ്പെട്ട് അമ്മാത്തേക്ക് എത്തിയതുമില്ല. ചാടിക്കേറി ശബരിനാഥൻ എന്ന നേതാവ്, UDFൻ്റെ നേതാവ് ചാടിക്കേറി പ്രഖ്യാപിച്ചു ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവരുന്നു. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടെന്നൊരു കാര്യമൊന്നുമില്ല. ഇത് മുനിസിപ്പൽ ആക്റ്റൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതറിയാതെ ചാടി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും. കാരണം 1/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ 1/3 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. അതെ, അതെങ്കിൽ ഈ കണക്കെങ്കിലും പഠിക്കണം. 101/3 എത്രയെന്നും അതാണ് 1/3 എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നത്തെ കയ്യാങ്കളിക്ക് ഇന്നൊരു കയ്യാങ്കളി നടന്നതായിട്ട് അറിയുന്നു. അവിടെ നമുക്കറിയാം ജി കാർത്തികേയൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഇപ്പം നമ്മളെല്ലാം ആദരിക്കുന്ന, ഇന്നും ആദരവോടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയുന്നത് അല്ലേ, ജി കാർത്തികേയൻ. ഏവർക്കും മാതൃകയായ ഒരു നിയമസഭാ സാമാജികനായിരുന്നു, മന്ത്രിയായിരുന്നു, നല്ലൊരു കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസിലെ തിരുത്തൽവാദിയായിരുന്നു. തിരുത്തൽവാദം കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ വിദ്യാഭ്യാസത്തിൽ കൂടിപ്പോയി തോന്നുന്നു. ഇന്ന് BJP മേയറേയും കൗൺസിലർമാരെയും ഒക്കെ അടച്ചാക്ഷേപിച്ച് വിളിച്ചൊരു പദപ്രയോഗമുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത നികൃഷ്ട ജീവികൾ. അപ്പോൾ തന്നെ മനസ്സിലായി ആ UDFൻ്റെ സംസ്കാരം എന്താ. കാരണം ചീറ്റിപ്പോയി. രാവിലത്തെ ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന പ്രഖ്യാപനം ചീറ്റിപ്പോയതിൻ്റെ ജാളിത മറയ്ക്കാനാകും. പക്ഷെ ശരിക്കും ഇത് നല്ല പ്രവണത അല്ല. BJP ഓരോ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ സമയം, വിലപ്പെട്ട സമയമാണ് ഈ കൗൺസിലിലേക്കുള്ളത്. അതിനിങ്ങനെ ബഹളം വെച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ UDFൽ നിന്ന് അങ്ങനെ പതിവില്ലാത്തതാണ്. പക്ഷെ അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇത് സത്യത്തിൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മട്ടിലാണ് ഈ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ. അതായത് ശബരിനാഥിൻ്റെ ജാള്യം മറയ്ക്കാൻ, ശബരിനാഥിൻ്റെ പ്രതിച്ഛായയ്ക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ കോട്ടം അതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത്. അതായത് BJPയെ എതിർക്കാൻ ഞങ്ങൾ കോൺഗ്രസ്സേ ഇവിടെ ഉള്ളൂ, ഈ LDF ഈ BJPയുടെ B ടീമാണ്. BJPക്ക് ഈ പുറമേ കാണുമ്പോൾ BJP ആയിട്ട് വലിയ ഏറ്റുമുട്ടലൊക്കെയാണ്, വലിയ വെല്ലുവിളിയൊക്കെ നടത്തും, ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ പോർവിളിയൊക്കെ നടത്തും LDF, CPM പ്രത്യേകിച്ചും. പക്ഷേ അവർ BJPയുടെ B ടീമാണ്. കാരണം അവിടെ ED കേസിരിക്കുന്നു, മുഖ്യമന്ത്രിയും മകളും ഒക്കെ അതിൽ കുരുങ്ങിയിരിക്കുകയാണ്. മറ്റു പല കേസുകളുണ്ട്, കരുവന്നൂർ സഹകരണ സൊസൈറ്റിയുടെ കേസുണ്ട്, അതുപോലെ മറ്റു പല കേസുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വർണ്ണക്കടത്ത് ഒക്കെ ഇപ്പോഴും അതൊന്നും അവസാനിപ്പിച്ചിട്ടില്ല, കേസ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ LDF ഇതൊക്കെ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഞങ്ങൾക്കേ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ 102 MLAമാരുണ്ട്, ഞങ്ങളുടെ കയ്യിലാണ് സംസ്ഥാന ഭരണം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണ്, UDFൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ ചിലതൊക്കെ ചെയ്യും എന്ന മട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ശബരിനാഥ്. ഈ സത്യത്തിൽ ഈ കൗൺസിലിൽ പ്രശ്നങ്ങളുണ്ടായത് 2 തരത്തിലാണ്, 2 കാര്യങ്ങൾ മുൻനിർത്തിയാണ്. ഒന്ന്, ഈ കൗൺസിൽ ആരംഭിച്ചപ്പോൾ തന്നെ നമുക്കറിയാം ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് അവതരിപ്പിക്കാൻ, അതിന് നോട്ടീസ് കൊടുക്കാനുള്ള കരുത്ത് പോലും ഈ 2 കക്ഷികൾക്കും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുക? 33-34 കൗൺസിലർമാർ അതിനകത്ത് ഒപ്പിടണം. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 1/3 കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടണം. ഇത് അങ്ങനെ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടാൻ തക്കവണ്ണമുള്ള സ്ട്രെങ്ത്, കരുത്ത് 2 പേർക്കുമില്ല. UDFന് 20 ഉള്ളൂ, മറ്റവർക്ക് 29. പിന്നെ ഉള്ളത് ഒരു സ്വതന്ത്രനാണ്. അവർക്ക് ഈ അസ്കിത ഇളകുന്നത് രണ്ടുപേർക്കും, UDFനും LDFനും. നമ്മളിതിനെ നിഷ്പക്ഷമായിട്ട് നമുക്ക് സമീപിച്ചാൽ UDF LDFും, എന്നാൽ ഇവർ യോജിക്കുമോ? അവർക്ക് യോജിക്കാനും കഴിയില്ല. യോജിച്ചാൽ അത് വലിയ രാഷ്ട്രീയ പരാജയം 2 കൂട്ടർക്ക്. യോജിക്കണമെന്ന് UDFന് ആഗ്രഹമുണ്ട്, എന്ന് വെച്ചാൽ LDFും ഞങ്ങളെ കൂടെ വരണം. പക്ഷേ LDF വരണമെന്ന് വെച്ചാൽ എങ്ങനെ? CPM ഞങ്ങളുടെ ഒരു B ടീമായിട്ട് മാറണം. 29 അംഗങ്ങളുള്ള CPM 20 അംഗങ്ങളുടെ UDFന്റെ B ടീമായി മാറണം എന്ന് UDF ആഗ്രഹിക്കുന്നു. തൊഴുത്ത് കെട്ടില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ LDFനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ്. ഏതെങ്കിലും വിധത്തിൽ LDF ആണ് ശരിക്കും ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ കോൺഗ്രസുമായിട്ട് ചേരാനും കഴിയില്ല, ചേരാതിരിക്കാനും കഴിയില്ല.
ചേർന്നാൽ അത് ഇന്ത്യ മുന്നണിയായി. പിന്നെ കേരളത്തിൽ ഈ പറയുന്നത് പോലെ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയില്ല. ഇന്ന് ഈ പഴയ മാർക്സിയൻ സിദ്ധാന്തമൊന്നും പറഞ്ഞ് പ്രത്യയശാസ്ത്രമൊന്നും പറഞ്ഞു വന്നിട്ട് കാര്യമില്ല. പുതിയ പിള്ളേർക്കൊന്നും ഇതിൽ ഒരു താല്പര്യമില്ല. കുറേ അക്രമവും കഞ്ചാവൊക്കെ അടിച്ച് അക്രമം കാണിക്കാൻ നടക്കുന്ന കുറേ പിള്ളേർ പിന്നെ ഗോഗ്വ വിളിച്ചുകൊണ്ട് SFIയുടെ പുറകെ അടക്കും എന്നുള്ളതല്ലാതെ കാര്യമാത്ര പ്രസക്തമായിട്ട് തെളിഞ്ഞല്ലോ തിരഞ്ഞെടുപ്പിൽ, കാര്യമാത്ര പ്രസക്തമായ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടില്ല. അത് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഉള്ള വോട്ട് കൂടെ കളയാതിരിക്കാൻ എന്താണ് മാർഗം? അതിന് ഇന്ത്യ മുന്നണി ആകരുത്. അപ്പോൾ കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു. BJP ഞങ്ങളുടെ മുഖ്യ ശത്രുവേ അല്ല. BJP എന്ന് പറയുന്നതിനെ ഞങ്ങൾ 3 MLA-മാരുള്ളൊരു പാർട്ടി എന്തുവാ ഇട്ടുകളാ. ഇത് ഞങ്ങളും UDF-ഉം തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഇത് വരുത്തി തീർക്കേണ്ടത് LDF-ന്റെ ആവശ്യമാണ്. പിന്നെ അവർ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇവരുമായിട്ട് ചേരാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ട് സഹകരിക്കാൻ നിൽക്കുമ്പോൾ UDF ആരോപിക്കും ഇവർ BJP-യുടെ B ടീമാണെന്ന്. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ ഇവരുമായിട്ട് ചേർന്നാലോ BJP അത് വലിയ രീതിയിൽ പ്രചാരണം നടത്തും. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത് നിലവിൽ വന്നു. ഇങ്ങനെ ഈ കോൺഗ്രസും CPM-ഉം ഒരു നാണയത്തിൻ്റെ 2 വശമാണെന്നൊക്കെ പറഞ്ഞ് BJP അതിനെ പരമാവധി മാർക്കറ്റ് ചെയ്യും. BJP-യുടെ ഒരു സൈബർ സ്ട്രെങ്ത് വെച്ചിട്ട് BJP-ക്ക് അത് എല്ലായിടത്തും എത്തിക്കാനും കഴിയും. അതുപോലെ കോൺഗ്രസ് ഒരിക്കലും പറയരുത് ഞങ്ങൾ CPM-ന്റെ B ടീമാണ് BJP, അല്ലെ BJP-യുടെ B ടീമാണ് CPM. കാരണം ശബരിനാഥിൻ്റെ വാർഡ് വട്ടിയൂർക്കാവ് അല്ല കവടിയാറാണ്. ഈ കവടിയാറാങ്കുന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അവിടെ K മുരളീധരൻ എങ്ങനെ ജയിച്ചു എന്നുള്ള ശബരിനാഥിന് വ്യക്തമായിട്ട് അറിയാം. LDF-ന്റെ വോട്ട് കൊണ്ടല്ല ജയിച്ചത്, അല്ലേ? അതെ, LDF-നെ തോപ്പിക്കാൻ BJP-യുടെ കുറച്ച് വോട്ട് കൂടി അങ്ങോട്ട് കിട്ടി എന്നുള്ളതാണ്. BJP-ക്ക് അവിടെ 37,000-38,000 വോട്ടല്ല ഉള്ളത്, അതിൽ കൂടുതൽ വോട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ LDF-നെ VK പ്രശാന്തിനെ തോൽപ്പിച്ചേ മതിയാവും. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, സുഗതൻ്റെയൊക്കെ കാര്യം കൊണ്ട് എല്ലാവർക്കും. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ തോൽക്കാൻ കാരണവും ഈ CP ജോണിന് കരമന ജയൻ ജയിക്കാതിരിക്കാനായിട്ട് CP ജോണിന് LDF വോട്ട്. അത് വളരെ വ്യക്തമാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് എവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ആന്റണി രാജുവിന്റെ മേഖലയെ തീരദേശ മേഖല അടക്കം വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് നല്ല രീതിയിൽ UDF-ലേക്ക് CP ജോണിന് പോയി എന്നുള്ളത് സത്യമാണ്. BJP എന്നാൽ വലിയ പരിക്കുകളില്ലാതെ കരമന ജയനെ പോലൊരു അത്ര പോപ്പുലർ അല്ലാത്തൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ കൃഷ്ണകുമാറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടൻ്റെ പരിവേഷം. കരമന ജയൻ അങ്ങനെയല്ല, ഒരു സാധാരണ പാർട്ടി നേതാവാണ്. ആ കരമന ജയൻ എന്നിട്ടും 35,000 വോട്ട് അവിടെ കരമന ജയൻ പിടിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും BJP-യുടെ വിജയം തന്നെയാണ്, അതൊരു നേട്ടം തന്നെയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കൗൺസിൽ ആരംഭിച്ചപ്പോൾ തന്നെ മേയർ VV രാജേഷ് ഒരു ഉഗ്രൻ ടോർപ്പിഡയാണ് വെച്ചു കൊടുത്തത്. അതായത് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഒരു വെടി പൊട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY ആ പദ്ധതിയിൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന ഒരു എംബ്ലമുണ്ട്, അത് വെക്കണം. വേറെ ഒന്നും വേണ്ട, നരേന്ദ്രമോദിയുടെ പടം വെക്കേണ്ട, ഒന്നും വെക്കേണ്ട. എന്നിട്ട് ആ എംബ്ലവും സഭയിൽ ഉയർത്തി കാണിച്ചു. ഇതിലെന്താണ് തെറ്റ്? ഇത്രയും പണം നമുക്ക് തരികയില്ല, അത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നിരിക്കുന്ന ഒരു എംബ്ലം ആ വീട്ടിൽ പതിപ്പിക്കണം. അതിലെന്താണ് തെറ്റ്? ഇതൊരു നല്ല കാര്യമല്ലേ? ഇതിനകത്ത് നരേന്ദ്രമോദിയെയോ BJP-യുടെ ഏതെങ്കിലും നേതാക്കളെയോ മൺമറഞ്ഞു പോയവരെയോ ഒന്നും ഈ പടത്തിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു ചിഹ്നങ്ങളും ഇല്ല, BJP-യുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നവും ഇല്ല. ഇത് കൃത്യമായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നരേന്ദ്രമോദി ആവാസ് യോജന എന്നല്ല അവർ പറഞ്ഞത്, പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. ഇവിടെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ പേരിൽ എന്തൊക്കെ പദ്ധതികളാണുള്ളത്, അല്ലേ? അപ്പോൾ ഇത് UDF-ന്റെ മന്ത്രിയായിട്ടും മുസ്ലിം ലീഗ്, ഒന്ന് ആലോചിക്കേണ്ടത്, BJP മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ 2 ധ്രുവങ്ങളിലാണ്. ആശയപരമായിട്ട് ഒരു യോജിപ്പുമില്ല എന്ന് മാത്രമല്ല ശക്തമായ എതിർപ്പുള്ളവരാണ്. എന്നിട്ടും KM ഷാജി ഇങ്ങനൊരു നല്ല കാര്യം ചൂണ്ടിക്കാണിച്ചു സഭയിൽ. അതൊരു നല്ല കീഴ്വഴക്കമാണ്. തീർച്ചയായിട്ടും നല്ലതിനെ നല്ലതെന്ന് പറയണം. ഇത് രാജേഷിനെ അറിയാം. രാജേഷ് ഭംഗിയായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആളാണ്. രാജേഷ് കൗൺസിൽ യോഗത്തിൽ, എന്നാൽ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. രാജേഷ് വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചു. മാത്രമല്ല ഈ കൗൺസിൽ അങ്ങനെ പറഞ്ഞതിന് മന്ത്രിയെ അഭിനന്ദിക്കുന്നു എന്നും കൂടി പറഞ്ഞു. UDF-ന്റെ മാനം കപ്പൽ കയറി. തീർച്ചയായും കഴിഞ്ഞല്ലോ, കാരണം ഇടതുപക്ഷത്തിന് നല്ലൊരു വടിയല്ലേ കിട്ടിയത്.
നിങ്ങൾ രണ്ടുപേരും ഒക്കെ ചങ്ങാതിമാരാണ് എന്ന് പറയാൻ ഇനി ഇതിനേക്കാൾ വലിയ ഇത് വേണം. അപ്പോൾ രാജേഷ് അറിഞ്ഞുകൊണ്ട് ഇവർ തമ്മിലൊന്ന് അടിക്കട്ടെ, പക്ഷെ അവിശ്വാസ പ്രമേയമൊക്കെ കൊണ്ടുവരാൻ നിൽക്കുകയല്ലേ. അപ്പോൾ എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്ന് പറഞ്ഞ് രാജേഷ് കൃത്യമായിട്ട്, അത് പൊളിറ്റിക്സ് ആണ്, എന്താ അതിൽ തെറ്റ്? അല്ല, ലൈഫ് മിഷന്റെ പദ്ധതി പ്രകാരമുള്ള വീടുകൾ വയ്ക്കുമ്പോൾ അതിൽ വയ്ക്കേണ്ടത് ഇന്ന പഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇന്ന വർഷം നൽകിയ വീട്, അങ്ങനെ ഒരു ഫലകം വീടിന്റെ താഴെ വെക്കുന്നുണ്ട്. അത് ഇത്രയും പഞ്ചായത്തിന്റെ പേര് അല്ല, അത് വെക്കാമെങ്കിൽ പിന്നെ ഈ ഒന്ന് വെച്ചുകൂടെ? ഇനി അപ്പോൾ അതൊരു മഞ്ഞ ബോർഡാണ്, നമ്മുടെ ഈ കേരളിന്റെ മഞ്ഞ കുറ്റി പോലെ ഒരു മഞ്ഞ ബോർഡ് അല്ല. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രാജേഷ് നല്ല ഒന്നാം തരം ഒരു പൊളിറ്റിക്കൽ ടോർപ്പിഡോ ഇട്ട് കൊടുത്തു. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. UDFന്റെ എന്താ പറയുക, സപ്തനാടികൾ തകർന്നു. UDFന് ഭ്രാന്തായി. അത് ആണ് അവർ ഈ കൗൺസിൽ യോഗത്തിൽ അവർ കാണിച്ചത്. അതായത് ഈ കൗൺസിലർമാർ അറ്റൻഡ് ചെയ്യുന്ന കൗൺസിലർമാർക്ക് ഒപ്പിടാൻ ഒരു മിനിറ്റ്സ് ബുക്കുണ്ട്. അപ്പോൾ അതിൽ അവിടെ വെച്ച് ഒപ്പിടാൻ പറ്റിയില്ലെങ്കിൽ മേയറുടെ മുറിയിൽ വന്ന് ഒപ്പിടാം. ആരും അതിന് എതിർപ്പൊന്നുമില്ല. ഒരാൾ കൗൺസിലിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നറിയുന്നതിന് വിവിധ രേഖകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഈ അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടുന്നതാണ്. 2, ഇതിൻ്റെ ഡിജിറ്റൽ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ ഒപ്പിട്ട് ഇതിന് അലവൻസ് ഉണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ യാത്രാബത്ത മാത്രമല്ല, ഈ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർക്ക് ശമ്പളമില്ല. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അവരുടെ മറ്റു കാര്യങ്ങൾ, ഓഫീസ് മെയിൻ്റെനൻസ്, റെമ്യൂണറേഷൻ ഉണ്ട്. അത് ഇവർ ഒപ്പിട്ട് വാങ്ങും. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് രേഖകളുള്ളതാണ്. ഇനി എന്ത് തന്നെയായാലും കോടതി ഒരു തെളിവായിട്ട് അംഗീകരിക്കുന്ന ഈ മിനിറ്റ്സ് എഴുതി ഒപ്പിടുന്നതും ഡിജിറ്റൽ. കാരണം ഡിജിറ്റൽ തെളിവെന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അതിൽ രേഖകൾ ഉൾപ്പെടെ, നമ്മളിപ്പോൾ പണ്ടാണ് ഈ വീഡിയോ ഇതിന് നമുക്ക് പിന്നെ പ്രാഥമിക അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ തെളിവായിട്ട് കോടതി സ്വീകരിക്കാതിരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഈ ഡിജിറ്റൽ തെളിവുകളും സ്വീകരിക്കും. കാരണം നിയമം അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഭാരതീയ ന്യായ സംഹിതയിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി അതൊക്കെ പോട്ടെ, എന്തായാലും ഒരു കൗൺസിലർ പങ്കെടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനുള്ള വിവിധ മാർഗങ്ങളുണ്ട്. ഒരു വിവരാവകാശം കൊടുത്താൽ അറിയാവുന്നതേ ഉള്ളൂ. കൗൺസിൽ യോഗത്തിൽ ഇയാൾ പങ്കെടുത്തോ ഇല്ലയോ എന്ന് സെക്രട്ടറി കൃത്യമായിട്ട് മറുപടി തരും. അപ്പോൾ ഈ മിനിറ്റ്സ് ബുക്ക്, ഈ അറ്റൻഡൻസ് ബുക്ക് വാങ്ങിയിട്ട് ഒരു കൗൺസിലർ, ഒരു വനിതാ കൗൺസിലർ അത് പിന്നെ ശബരിനാഥിന് കൊടുക്കുകയാണ്. ഇത് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥൻ യൂസഫ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ യൂസഫ് BJP-കാരനല്ല, ഏത് പാർട്ടിക്കാരനാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല, കോർപ്പറേഷൻ ജീവനക്കാരനാണ്. യൂസഫ് വർഷങ്ങളായിട്ട്, അതായത് BJP ഭരിക്കാൻ വരുന്നതിന് മുമ്പും ഈ ജോലി അവിടെ ചെയ്തിരുന്നയാളാണ്. പല കൗൺസിൽ ഭരണസമിതികൾ വന്നപ്പോഴും യൂസഫ് അവിടെ ഉണ്ട്. അപ്പോൾ യൂസഫ് ഇതുമായിട്ട് വന്ന് ഈ ബുക്ക് കൊടുക്കുന്നു, മിനിറ്റ്സിൽ ഒപ്പിടാൻ കൊടുക്കുന്നു. ഇത് നേരെ ശബരിനാഥിൻ്റെ അടുത്ത് പോകുന്നു. ശബരിനാഥിൻ്റെ അടുത്ത് ഇയാൾ തിരിച്ചു ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ശബരിനാഥ് ഈ മിനിറ്റ്സ് ബുക്ക് കയ്യിൽ വെച്ചിട്ട് ആക്രോശിക്കുകയാണ്, ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന BJP-യുടെ കൗൺസിലർ ഇത് കണ്ടിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പോൾ BJP-യുടെ വനിതാ കൗൺസിലർമാർ, ചെമ്പഴന്തി ഉദയൻ, ഇവരെല്ലാവരും വരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഈ വെള്ളം, കുടിക്കാൻ കൊടുത്ത വെള്ളം, ചൂടുവെള്ളമാണ് കുടിക്കാൻ കൊടുത്ത വെള്ളം. കാരണം നമുക്കറിയാം ഇപ്പോൾ പച്ചവെള്ളം ഒരിടത്തും കൊടുക്കില്ല, എല്ലായിടത്തും ചൂടുവെള്ളമാണ് കൊടുക്കുന്ന. നമ്മുടെ ഈ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് നല്ല തിളപ്പിച്ച വെള്ളമേ എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുള്ളൂ. അത് നമ്മുടെ കൗൺസിലിലൊക്കെ അങ്ങനെയാണ്. നോക്കുമ്പോൾ ആ വെള്ളം ഈ ബുക്കിനകത്ത് ഒഴിക്കുകയും ചില പേജുകൾ വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് ചെമ്പഴന്തി ഉദയൻ തടയാൻ ശ്രമിച്ചത്. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുണ്ട്. നമ്മളിതിപ്പോൾ ഒരു കാര്യം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറയാം, പക്ഷെ ആ കള്ളത്തരങ്ങൾക്കൊന്നും ആയുസ് ഉണ്ടാവില്ല, അത് പൊളിഞ്ഞു പോകും. നമ്മളീ പറയുന്നത് കള്ളമാണെങ്കിൽ ദൃശ്യങ്ങളുണ്ട്, ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും. ഇത് സംഭവം കഴിഞ്ഞ ഉടനെ മേയർ VV രാജേഷ് പത്രസമ്മേളനം നടത്തി ഈ കാര്യം പറഞ്ഞു പത്രക്കാരോട്. അവിടെ പത്രക്കാരുടെ എല്ലാം ഈ വിഷ്വൽസ് ഉണ്ട്. അവർക്ക് എത്ര ഇത് മാച്ച് കളയാൻ പറ്റും? ഇനി അങ്ങനെ ഈ പേപ്പർ വലിച്ചു കീറാൻ, പേജുകൾ വലിച്ചു കീറാൻ ശ്രമിക്കുന്നു. ഈ വെള്ളം ഒഴിച്ചത് തടയാൻ ശ്രമിച്ച ഒരു BJP വനിതാ കൗൺസിലറുണ്ട്, അർച്ചന മണികണ്ഠൻ. എനിക്ക് തോന്നുന്നു അവർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. ഏത് വാർഡാണെന്ന് ഞാനിപ്പോൾ, നമ്മുടെ കഴക്കൂട്ടം അല്ല, ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ്.
കഴക്കൂട്ടം മണ്ഡലത്തിലോ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലോ ആണ് ഇത്. ഒരു പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വന്നേക്കാം. എന്തായാലും പിന്നെ ഈ അർച്ചന മണികണ്ഠൻ മുഖത്ത് ഈ വെള്ളം വീണു, ചൂടുവെള്ളം. അവർ മുഖം പൊള്ളിയിട്ട് ആശുപത്രി പോയിരിക്കുക. ഇത്ര അക്രമിയാണോ ശബരിനാഥൻ? അത്രയും അക്രമം UDF കൗൺസിലർമാരിന്ന് കാണിച്ചു എന്നുള്ളതാണ്. ഇനി തീർന്നില്ല. ചെമ്പഴന്തി ഉദയൻ്റെ ഷർട്ട് വലിച്ചു കീറി. വനിതാ കൗൺസിലർമാരാണ് വലിച്ചു കീറിയതെന്ന് ആക്ഷേപമുണ്ട്. അത് BJP കൗൺസിലർമാർ അങ്ങനെ ആരോപിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ചെമ്പഴന്തി ഉദയനും കീറിയ ഷർട്ടുമായിട്ട് മേയറുടെ അടുത്ത് വരികയും നെഞ്ച് എനിക്ക് ഇടി കിട്ടി എന്ന് പറഞ്ഞ് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. ചെമ്പഴന്തി ഉദയൻ ഈ ബുക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇവർ തമ്മിൽ സംഘർഷവും കയ്യാങ്കളിയും ഒക്കെ ചെറിയ തോതിൽ നടന്നു. BJPക്കാരും ബലം പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. BJPക്കാർ ബലം പ്രയോഗിക്കാതെ ഒന്നും ഇരുന്നില്ല. BJPക്കാർ എല്ലാം പിന്നെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും നിഷ്കളങ്കരാണേ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പുറത്തുനിന്ന് ഒരാക്രമണം ഉണ്ടായപ്പോൾ ഇവരതിനെ പ്രതിരോധിച്ചു, അതിൽ പ്രതികരിച്ചു. ഇതൊക്കെ സംഭവിച്ചു. അപ്പം എന്തായാലും അവരാ ബുക്ക് എനിക്ക് തോന്നുന്നു വലിയ പരിക്കൊന്നും കൂടാതെ ബുക്ക് സംരക്ഷിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അതിനകത്ത് ഈ മഷി ഒപ്പൊക്കെ ഇട്ടിരിക്കുന്നത് വെള്ളം വല്ലതും വീണ് അത് പടർന്നു പോയാൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കോടതിയിലെത്തുമ്പോൾ അതൊരു വിഷയമാവും. അപ്പോൾ ഇത് സെക്രട്ടറിയാണ്. സെക്രട്ടറി സമാധാനം പറയണം. ആ പാവം പിടിച്ച IAS-കാരൻ കിടന്ന് ഓടും. അപ്പോൾ ഇവിടെ ഇത് വളരെ കൃത്യമായിട്ട് UDF, അതായത് സുഗതനെ പൂട്ടിയത് ഞങ്ങളാണ്, LDF സുഗതനെ പൂട്ടിയത് ഞങ്ങളാണ്. ഞങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് സുഗതൻ അയോഗ്യനായത് എന്നൊക്കെ. ഇല്ല, നാളെ സുഗതനെ ഏതെങ്കിലും വിധത്തിൽ അയോഗ്യനാക്കിയാൽ, ഇപ്പൊ പറഞ്ഞത് സുഗതൻ കഴിഞ്ഞ 2 കൗൺസിലിൽ പങ്കെടുത്തില്ല, 3 കൗൺസിലിൽ പങ്കെടുത്തില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സുഗതൻ നിയമമാണ് തീരുമാനിക്കേണ്ടത്. അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സുഗതനെ സുഗതൻ ഏതെങ്കിലും വിധത്തിൽ അയോഗ്യനായാൽ, സുഗതൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരാളാണ്. രണ്ടാമത് അതിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ചോദ്യം വന്നപ്പോൾ മേയർ മറുപടി പറയുന്നത് കേട്ടു. അത് കോടതിയുടെ പരിഗണനയിലാണ്. ജയിലിൽ കിടക്കുന്ന ഒരാളിനെ ഞാൻ എങ്ങനെ സത്യപ്രതിജ്ഞ, വിചാരണ പോലും നടന്നിട്ടില്ല സുഗതന്റെ കേസിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് സുഗതന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്കത് വഴിയെ തീരുമാനിക്കാം എന്ന് മേയർ പറയുന്നത് കേട്ടു. പക്ഷേ UDFന്റെ ഇപ്പോഴത്തെ ആവശ്യം ഈ BJP എന്ന് വെച്ചാൽ രാജേഷ് വല്ലാണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. BJPക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതേ പ്രായമാണ് ശബരിനാഥനും. രണ്ട് ചെറുപ്പക്കാർ. അല്ല, ശബരിനാഥ് രാജേഷിനേക്കാൾ കുറച്ചുകൂടെ ചെറുപ്പക്കാരാണ്. പക്ഷെ എന്നാലും ഇളയതാണ്. എനിക്കറിയാം ശബരി പ്രായം കുറവാണ്. രാജേഷ് ഇപ്പോൾ രാജേഷിന് 49-50 വയസ്സ് വരും. ശബരിക്ക് അത്രയില്ല എന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ രാജേഷിനെ ഒന്ന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇട്ടൊന്ന് പിടിക്കണം. കാരണം രാജേഷ് വല്ലാണ്ടങ്ങ് ഈ റോക്കറ്റ് പോലെ കുതിച്ച് പൊങ്ങുകയാണ് രാജേഷിൻ്റെ ഗ്രാഫ്. LDFനും UDFനും ഒരു വിധത്തിലും അത് സഹിക്കാൻ വാക്കുകൾ കൊണ്ടല്ല, ഒരു വിധത്തിൽ രാഷ്ട്രീയമായിട്ടും രാജേഷിനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. കാരണം രാജേഷ് ഇപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, രാജേഷ് ജി ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഒരു വികസന കാര്യങ്ങളും ചെയ്യുന്നില്ല. ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്നു. പക്ഷേ ഈ ആള് അവിടെ മുമ്പ് നടന്ന അഴിമതികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവരികയാണ്. ജനം മാർക്ക് കൊടുക്കുമോ ഇല്ലയോ? കൈയടിക്കും തീർച്ചയായിട്ടും. കാരണം ജനം എന്ന ഓരോ വാർഡിലെ ഒരു ജനം അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രാദേശികമായ കാര്യങ്ങൾ. ഒരു 10 രൂപയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുവന്നാൽ അവർ കൈയടിക്കും. അത് ജനത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ രാജേഷ് ഈ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ശരിയാണ്, മറ്റേ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ച് പുതിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതെവിടെ എന്ന് ചോദിക്കുമ്പോൾ രാജേഷ് പറയുന്നത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, താമസിയാതെ അത് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. ശരി, കുറച്ചുകൂടെ കാര്യങ്ങൾ ജോലികൾ തീരാനുണ്ട്, പെട്ടെന്ന് അത് നടക്കുന്നതല്ല. 45 ദിവസം കൊണ്ട് ഇത് ചെയ്യുമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ 45 ദിവസം കൊണ്ട് നടക്കില്ലെന്ന് നമുക്കും അറിയാം, പറയുന്ന രാജേഷിനും അറിയാം. അതൊക്കെ രാഷ്ട്രീയക്കാർ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അങ്ങനത്തെ പല വാഗ്ദാനങ്ങളും കൊടുക്കും. ഇപ്പോൾ UDF സർക്കാർ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞു, സൗജന്യ യാത്ര നടപ്പാക്കി. എത്ര ബസ് സിറ്റി ഫാസ്റ്റ് ആക്കി? ഓർഡിനറി ബസ്സിലാണ് ഇത് നടപ്പാക്കിയത്.
സിറ്റി ഫാസ്റ്റിലോ ഫാസ്റ്റ് പാസഞ്ചറിലോ ഒന്നും നടപ്പാക്കിയില്ല. അപ്പോൾ അവിടെയൊക്കെ അത് ഓർഡിനറി ബസ് പെട്ടെന്നൊരു ചുവന്ന സ്റ്റിക്കർ, പെട്ടെന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ഓർഡിനറി ബസ്സുകളെല്ലാം സിറ്റി ഫാസ്റ്റ്, അതെല്ലാം ഇതിന്റെ കൂട്ടത്തിലുള്ളതാണെന്നേ. പക്ഷേ 10 പേർക്കെങ്കിലും സൗജന്യ യാത്ര കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്, നമ്മൾ അതിനെ അംഗീകരിക്കണം. അപ്പോൾ ഇവിടെ രാജേഷും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് രാജേഷ് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഈ LDFന്റെ 4.5 പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിലെ വൈകല്യങ്ങൾ, അവരുടെ വീഴ്ചകൾ, അവർ നടത്തിയിരിക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം, ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെല്ലാം എടുത്ത് പുറത്തിടുക. ഇതാണ് BJPയുടെയും രാജേഷിൻ്റെയും മൈലേജ് കൂട്ടുന്നത്. അവിടെ രാജേഷ് നാട്ടിൽ തേനും പാലും ഒഴിക്കുമോ എന്നല്ല ജനം അന്വേഷിക്കുന്നത്. ജനം നോക്കുമ്പോൾ ആണ്ടടാ, LDFകാരന്മാരിരുന്ന് ഇത്രയും വലിയ തീവെട്ടി കൊള്ളയാണോ നടത്തിയിട്ട് പോയത്. അപ്പോൾ വെറുതെ അല്ല ജനം ഇവരെ തോൽപ്പിച്ചത്. ഇതാണ് ഒരു സാധാരണ പൗരൻ്റെ മനസ്സിലുണ്ടാകുന്നത്. കാരണം അവരുടെ അടച്ച നികുതി വെട്ടിച്ചു, വീട്ടുനികുതി വീട്ടുകാരെ അടച്ചതിൽ നിന്ന് കൈയിട്ട് വാരി, ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഭക്ഷണം നൽകിയെന്നും പറഞ്ഞ് പൈസ അടിച്ചു മാറ്റി, റോഡിന്റെ പണികൾ. ഇനി അതൊക്കെ പോട്ടെ, ഈ പറഞ്ഞതുപോലെ പിൻവാതിൽ നിയമനം, ആനാവൂർ നാഗപ്പൻ കത്ത് കൊടുക്കുന്നതിനനുസരിച്ച് മേയർ ഇവിടെ ആൾക്കാരെ നിയമിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം വിഷയങ്ങളല്ലേ, ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, ഇതെല്ലാം വാർത്തകളിൽ കൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഇതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ രാജേഷിനും BJPക്കും അത് ഉണ്ടാക്കിയിരിക്കുന്ന മൈലേജ് ചെറുതല്ല. അത് ഇത് ഈ ടെമ്പോയിൽ പോയാൽ വരാൻ പോകുന്ന നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. ആ കൂട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് നടന്നാലും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഷയങ്ങൾ ഈ ടെമ്പോയിൽ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പോലും പ്രതിഫലിക്കും. തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അത് നമുക്ക് പ്രതിഫലിക്കണം, അല്ലെങ്കിൽ രാജേഷും കൂട്ടരും പരാജയമാണ്. അപ്പോൾ രാജേഷിൻ്റെയും ലക്ഷ്യം അതാണ്, BJPയുടെ ലക്ഷ്യം അതാണ്. ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തി രാഷ്ട്രീയമായിട്ട് അവരുടെ ആനുകൂല്യം BJPക്ക് നേടിയെടുക്കുക. ഇതാണ്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതല്ലേ. എന്താ അതിൽ തെറ്റ്? ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞാൽ ശരി, അത് നമുക്ക് പറയാം, കബളിപ്പിക്കലാണെന്ന് പറയാം. ഇത് അങ്ങനെയല്ല. ഇത് രാജേഷ് ചെയ്യുന്നതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്, എല്ലാത്തിനും അടിസ്ഥാനമുണ്ട്. അല്ലാതെ വെറുതെ ഉണ്ടയില്ല വെടി പൊട്ടിക്കുകയല്ല ചെയ്യുന്നത് രാജേഷ്. ഇപ്പോൾ ശബരിനാഥ് വാസ്തവത്തിൽ ഒരു ഉണ്ടയില്ല വെടിയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. അതാണ് ആ അവിശ്വാസ പ്രമേയം കൈയിരുന്ന് പൊട്ടി. അത് ശബരിനാഥിന് വലിയ പരിക്കുണ്ടാക്കി, കോൺഗ്രസ്സിന് വലിയ നാണക്കേടായി. കോൺഗ്രസ്സിലെ പരിണിതപ്രജ്ഞരായ പല നേതാക്കൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച K മുരളീധരനെ പോലെയുള്ള ആൾക്കാർക്ക് അത് വലിയ നാണക്കേടാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ശബരിയോട് കുറച്ചൊന്ന് ദേഷ്യം കാണിക്കും. അതൊരു വശത്ത്. പിന്നെ പറഞ്ഞ പോലെ നാണക്കേട് മറയ്ക്കുക, പിന്നെ ഈ രാജേഷിൻ്റെ മൈലേജ് ഒന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കാണിക്കുക, ഇതിനെല്ലാം ഉള്ള ശ്രമമാണ് ഇന്ന് നഗരസഭയിൽ നടന്നത്. സാധാരണ LDF ആണ് ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുന്നത്. ഇവിടെ ശബരിനാഥ് LDFന് പഠിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ കാര്യങ്ങൾ നടന്നത്. തീർച്ചയായിട്ടും ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ പരിക്ക് ചെറുതല്ല. അത് ശബരിനാഥിന് ഇനിയൊന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാൻ, ശബരിനാഥിൻ്റെ പ്രതിച്ഛായ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഈ ചെറിയ പണിയൊന്നും പോരാ, വലിയ വർക്ക് തന്നെ വേണ്ടി വരും. ഈ ശബരിനാഥായാലും SP ദീപക് ആയാലും LDFൻ്റെ പ്രതിപക്ഷ നേതാവ്, അതോ BV രാജേഷ് ആയാലും ആശാനാഥായാലും ആരായാലും ഇവരവിടെ കിടന്ന് എന്ത് അക്രമം കാട്ടി എന്നല്ല ജനം. അക്രമം കാട്ടി ഷോ കാണിക്കുന്ന ഇത് മറ്റേ ചന്തയോ അല്ലെങ്കിൽ കവല ചട്ടമ്പിലൊന്നും അല്ല. അതിനകത്ത് ജനത്തിന് വേണ്ടത് എന്ത് തീരുമാനങ്ങൾ എടുത്തു, എന്തൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ വാർഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചു, അതാണ് അവർക്കറിയേണ്ടത്. അതുകൊണ്ട് വികസനോന്മുഖമായ കാര്യങ്ങൾ നടപ്പാക്കുന്നവർ മാത്രമേ ജനം എന്ന വോട്ടർ അംഗീകരിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഗിമ്മിക്കൊന്നും ഒരു രക്ഷയില്ല, ജനം അത് അംഗീകരിക്കില്ല. ആ കാലമൊക്കെ പോയി. അതെ, തീർച്ചയായിട്ടും.